മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, പ്രവചനം സാധ്യമല്ലാത്ത രീതിയിലുള്ള പോരാട്ടം ഇടുക്കിയിൽ നടക്കുന്നുണ്ട്. വലിയ പോരാട്ടച്ചൂട് ക്യാമ്പയിൻ കാലയളവിൽ നമ്മൾ കണ്ടതാണ്. അതിന്റെ റിസൾട്ട് ഇപ്പോൾ വോട്ടിംഗിന്റെ ആദ്യ മണിക്കൂറുകളിൽ കാണുന്നുണ്ടോ? എങ്ങനെയുണ്ട് പോളിംഗ് അവിടെ? തീർച്ചയായും സൈഫുദ്ദീൻ, ഇടുക്കി ജില്ലയിലെ ആകെ പോളിംഗ് ശതമാനം എടുത്തു നോക്കിയാൽ തന്നെയും ഏതാണ്ട് 40% മുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെയും 2 നഗരസഭകളിലെ പോളിംഗ് ശതമാനം 41% എത്തിയിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ വലിയ തോതിൽ ആളുകൾ വോട്ട് എടുപ്പിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ പാർട്ടികളും കണക്കാക്കപ്പെടുന്നത്. പരമാവധി വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം ബോധപൂർവം തന്നെയും ഇത്തവണ പ്രത്യേകിച്ച് UDFന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് ന്യൂമാൻ കോളേജിലെ പോളിംഗ് ബൂത്തിലാണ്. ഇവിടെ തൊടുപുഴ നഗരസഭയിലെ ടൗൺ വാർഡിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുന്ന ഇടമാണ്. ഇപ്പോൾ ഒറ്റപ്പെട്ട ആളുകളായിട്ടാണ്, ഉച്ചസമയമായതിനാൽ വലിയ തിരക്ക് ബൂത്തുകളിൽ അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ജില്ലയിലെ പ്രമുഖരെല്ലാവരും തന്നെയും രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങി എന്ന് കാണാൻ കഴിയും. രാവിലെ ആസിഫ് അലി കുമ്പങ്കലിലെ BTM LP സ്കൂളിലെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തുകയും എല്ലാവരോടും വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതുപോലെ ജില്ലയിലെ മന്ത്രി റോഷി അഗസ്റ്റിൻ കരിമ്പലിലെ സെന്റ് മേരീസ് LP സ്കൂളിൽ രാവിലെ 8:30 എത്തി വോട്ട് രേഖപ്പെടുത്തി. ജില്ലയിലെ മുതിർന്ന നേതാവും കേരള കോൺഗ്രസ് ചെയർമാനുമായ PJ ജോസഫ് പുറപ്പുഴയിലെ ഗവൺമെന്റ് LP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അങ്ങനെ ജില്ലയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെയും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് നിർണായകമാവുക. ബാക്കി ആളുകൾ കൂടി എത്രത്തോളം ആളുകൾ എത്തും എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ടതായിരിക്കും വിധി നിർണ്ണയിക്കുന്നതെന്നാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും തന്നെയും കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് ഓരോ വീടുകളിലേക്കും എത്തി അവരെ ഇനി എത്താൻ വലിയ പ്രയാസമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ തന്നെയും എത്തിക്കുക, ഇനിയും എത്താത്ത ആളുകളുണ്ടോ എന്ന് കണ്ടെത്തുന്ന സമയത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. വീടുകളിലും മറ്റും ശയ്യാവലംബരായിക്ക് കിടക്കുന്ന ആളുകളേക്ക്, വോട്ടർമാരെയൊക്കെ എത്തിക്കുക എന്നുള്ള ഇടപെടലിലേക്ക് ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളും മറ്റുള്ളവരും പോയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം 2020 വോട്ടർ പെർസെന്റേജ് ഏതാണ്ട് 74%. അതിന് മുകളിലേക്ക് വോട്ടിംഗ് പെർസെന്റേജ് എത്തിക്കുക എന്നുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇടുക്കി ജില്ലയിലുള്ളത്. അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷപ്പെടുന്നത്. അതാണ് ഇടുക്കിയിലെ ചിത്രം. നന്ദി ആഷിഖ്. ഇപ്പോൾ കോട്ടയത്തേക്ക് പോകുന്നു. ജോസി ബാബുണ്ട്. ജോസി, കഴിഞ്ഞ കുറി ഈ സമയമാകുമ്പോൾ എത്രയായിരുന്നു വോട്ടിംഗ് പെർസെന്റേജ്? ഇക്കുറി അത് 41.46%. പോളിംഗിന്റെ ഇപ്പോൾ കാണുന്ന സ്വഭാവത്തെ എങ്ങനെ വിലയിരുത്താം? സൈഫുദ്ദീൻ, ത്വരിതഗതിയിൽ പോളിംഗ് പുരോഗമിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോളിംഗ് ശതമാനം 44% പിന്നിട്ടിരിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 40 അടുക്കുന്ന സമയമാണ് 1 മണിയോടുകൂടി. അതിനേക്കാൾ വർധനവ് ഇക്കുറി ഉണ്ട് എന്നതാണ് ഈ പ്രാഥമിക കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ പല ബൂത്തുകളിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പരമാവധി ആളുകൾ 10 മണിക്ക് മുമ്പ് തന്നെ വോട്ട് ചെയ്യാനുള്ള ശ്രമമായിരുന്നു നമ്മുടെ കോട്ടയം ജില്ലയിലെ പല ഭാഗങ്ങളിലും ഉണ്ടായത്. പലരും പരമാവധി വേഗത്തിൽ വോട്ട് ചെയ്ത് മടങ്ങുക എന്നുള്ള കാര്യത്തിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ച്. പ്രത്യേകിച്ച് ഉച്ചകഴിഞ്ഞ് മഴയ്ക്കൊക്കെയുള്ള സാധ്യത, കാലാവസ്ഥ പ്രതികൂലമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ആ നിലയ്ക്കാണ് നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പരമാവധി ആളുകളെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കുവാൻ മുന്നണി നേതൃത്വങ്ങളും പ്രത്യേകമായ ശ്രദ്ധ പുലർത്തിയിരുന്നു. ജില്ലയിലെ പ്രധാനപ്പെട്ട വോട്ടർമാരൊക്കെയും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. മന്ത്രി VN വാസവൻ പാമ്പാടി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി കുടുംബമായി എത്തിയാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA കോട്ടയം നഗരത്തിലുള്ള മോഡൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുടുംബമായി എത്തി വോട്ട് ചെയ്തു. അതോടൊപ്പം പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ അമ്മയോടും സഹോദരങ്ങളോടുമൊപ്പം ഇരുവിനെല്ലൂരിലെ ഗവൺമെന്റ് സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ജോസ് കെ മാണി MP കുടുംബമായി പാലായിലുള്ള അൽഫോൺസ കോളേജിലെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മുട്ടമ്പലം ഗവൺമെന്റ് UP സ്കൂളിലെ 1-ാം നമ്പർ ബൂത്ത്, നഗരസഭ പരിധിയിലെ 1-ാം നമ്പർ ബൂത്തിൽ അല്പസമയം മുമ്പ് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബെസിലിയസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയും വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. മറ്റ് MLA-മാർ അതോടൊപ്പം മറ്റ് ജനപ്രതിനിധികളൊക്കെയും വോട്ട് ചെയ്ത് രാവിലെ തന്നെ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുകയും ചെയ്തു. പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായത് ചില പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു. പക്ഷേ പരമാവധി എല്ലായിടങ്ങളിലെയും വോട്ടിംഗ് മെഷീനുകൾ പൂർണ്ണമായും ഇപ്പോൾ സജ്ജമായി വോട്ടിംഗ് പുരോഗമിക്കുകയാണ്, വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. ഈരാറ്റുപേട്ട നഗരസഭയിലാണ് ഇപ്പോൾ നഗരസഭ കേന്ദ്രീകരിച്ച് കൂടുതൽ പോളിംഗ് നടക്കുന്നത്. 49% ഈരാറ്റുപേട്ട നഗരസഭാ പരിധിയിൽ തന്നെ വോട്ടിംഗ് നടന്നിട്ടുണ്ട്. ശരി ജോസി, ഇനി കൊല്ലത്തെന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ലിജോ റോളൻസ് ഉണ്ട്. ലിജോ, എത്ര ശതമാനം പോളിംഗ് ഇതുവരെ കൊല്ലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്? അത് കഴിഞ്ഞ തവണത്തേതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉയർച്ചയാണോ അതോ കുറവാണോ?